പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാടുണ്ടായ ദുരന്തവും അതുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനവും അതിൻ്റെ ഭാഗമായി അവിടെ നടക്കുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങളും നമ്മൾ ഓരോരുത്തരും ദൃശ്യമാധ്യമ രംഗത്തെ സാധ്യതകൾ ഉപയോഗിച്ച് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 2 ഗ്രാമങ്ങൾ തന്നെ തീരെ ഇല്ലാതായി പോയിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തെയാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ നിരവധിയായിട്ടുള്ള ആൾക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടു. ആ ഒരു ഗ്രാമത്തിനകത്തെ നിരവധിയായിട്ടുള്ള വീടുകളും കെട്ടിടങ്ങളും ഒരു നാട് തന്നെ ഇല്ലാതാവുന്ന രീതിയിലേക്ക് നമുക്ക് നഷ്ടമായി എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി റീബിൽഡ് വയനാട് എന്ന രീതിയിലേക്ക് ഒരു പരിപാടി എന്ന രീതിയിലേക്ക് പറഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തയിൽ അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ പ്രളയത്തിനകത്ത് നമ്മുടെ നാട് വലിയ രീതിയിൽ ദുരന്തം അനുഭവിച്ചപ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകമെമ്പാടുമുള്ള ആൾക്കാർ കേരളത്തെ സഹായിക്കുന്നതിനായി നിരവധിയായിട്ടുള്ള പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കുകയും ആ ഒരു പണം നല്ല രീതിയിൽ ആ ബാധിത പ്രദേശങ്ങളിലും ദുരന്തം ബാധിച്ചവരെയും സഹായിക്കുന്നതിനായി നല്ല രീതിയിൽ അദ്ദേഹം അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്, കേരളത്തിലെ ഗവൺമെൻറ് അത് വിനിയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് ആ ഒരു സൈറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഏതൊക്കെ പണം എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത്ര സുതാര്യമായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ചില അരാഷ്ട്രീയവാദികളും അതുപോലെ വർഗീയവാദികളും വളരെ മോശമായി സമൂഹ മാധ്യമങ്ങളിൽ നമുക്കറിയാം, നമ്മളെ കുറേ ബ്ലോഗർമാരടക്കം ഇതിനെതിരെ വളരെ മോശമായി കമൻറ്റുകൾ ഇടുകയും ഇതിനെതിരെ കുപ്രചരണങ്ങൾ നടത്തുകയും. നമ്മുടെ മലയാള മാധ്യമ രംഗത്തെ നിരവധിയായിട്ടുള്ള ആൾക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരായിട്ടുള്ള മമ്മൂട്ടി, അതുപോലെ മോഹൻലാൽ, ദുൽഖർ സൽമാൻ, അതുപോലെ തമിഴ് നടന്മാരായിട്ടുള്ള കാർത്തി, സൂര്യ, ജ്യോതിക, വിക്രം, അതുപോലെ രശ്മിക മന്ദാന, അങ്ങനെ ടോവിനോ തോമസ്, അങ്ങനെ പേര് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ. ഇപ്പോൾ ലേറ്റസ്റ്റായി വന്നിട്ടുള്ള നമ്മുടെ മഞ്ജു വാര്യർ, അതുപോലെ തന്നെ നവ്യ നായർ, പേളി മാണി തുടങ്ങി നിരവധിയായിട്ടുള്ള പ്രമുഖർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPIM 35 ലക്ഷം രൂപയോളം അയച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയൊരു തിരുത്തുണ്ട്, CPMൻ്റെ ഭാഗത്തു നിന്ന് 25 ലക്ഷം രൂപയാണ് അതുമായി ബന്ധപ്പെട്ട് അയച്ചത്. അതുപോലെ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 35 ലക്ഷം രൂപ. പല ബാങ്കുകളും, സർവീസ് സഹകരണ ബാങ്കുകളും വലിയ രീതിയിലുള്ള പണം അതുമായി ബന്ധപ്പെട്ട് അടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിനകത്തെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ ഭരണസമിതികൾ പണം അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും ക്ഷേത്രകാര്യ സമിതികളും വലിയ രീതിയിൽ പണം അടയ്ക്കുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ രീതിയിലുള്ള പണം അയക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധത ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ട് എന്നതിന് തെളിവാണ് നല്ല രീതിയിലുള്ള പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം, വലിയ രീതിയിലേക്ക് വർഗീയവാദികളും അരാഷ്ട്രീയവാദികളും ചില രാഷ്ട്രീയ തിമിരം ബാധിച്ച ചില ആൾക്കാരെങ്കിലും ഇതിനെതിരെ പ്രചരണം നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രചരണങ്ങളെ നമ്മൾ എന്ത് തന്നെയായാലും തള്ളിക്കളയണം. റീബിൽഡ് വയനാട് എന്ന രീതിയിലേക്ക് നമുക്ക് ആ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നല്ല രീതിയിൽ ഈ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കാൻ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും തയ്യാറാവണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.